സീറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാന മാത്രം വളരെ സമാധാനപൂർവ്വം അർപ്പിച്ചുകൊണ്ടിരുന്ന ഉദയംപേരൂർ സുന്നഹദോസ് പള്ളിയിൽ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ നടന്ന ദിവ്യബലിയെ അലങ്കോലപ്പെടുത്തിയത് സഭാ നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെയാണ് എന്ന് സംശയിക്കുന്നു. സൂംബ ഡാൻസ് കളിച്ചും കൂകി വിളിച്ചും ബലിയർപ്പിക്കാൻ വന്ന വികാരി അച്ഛനെ അസഭ്യം പറഞ്ഞും കുർബാനയുടെ പ്രധാന ഭാഗമായ അനാഫറയുടെ സമയത്ത് അൾത്താരയിലേക്ക് കയറി പുരോഹിതനെ ആക്രമിക്കാൻ ശ്രമിച്ചതിലും ദിവ്യ കുർബാനയിൽ പങ്കെടുക്കാൻ വന്ന ജനങ്ങളെ മർദ്ദിക്കുകയും ദിവ്യ കാരുണ്യ സ്വീകരണത്തിനായി വന്ന സ്ത്രീജനങ്ങളെ പോലും അതിൽ നിന്നും തടസ്സപ്പെടുത്തി ആക്രമിക്കുകയും ചെയ്ത ദൈവദൂഷകരും സഭാവിരുദ്ധരുമായ നമ്മുടെ ഇടവകയിലെ 50ഓളം വരുന്ന ക്രിമിനൽ സംഘത്തിന്റെ നടപടിയെ ഉദയംപേരൂർ വിശ്വാസ സംരക്ഷണ സമിതി ശക്തമായി അപലപിച്ചു. രാവിലെ 9-ന് നടക്കേണ്ട വേദപാഠ കുട്ടികൾക്കായുള്ള കുർബാനയ്ക്ക് മുമ്പ് ഇവരിലെ സ്ത്രീജനങ്ങൾ അൾത്താരയിലിരുന്ന് ദിവ്യബലിയിൽ സംബന്ധിക്കാൻ എത്തിയ കുട്ടികളിലും മാതാപിതാക്കളിലും ഭീതി പരത്തി പള്ളി അടപ്പിച്ച ഈ സംഘത്തിനെതിരെ സഭാ നിയമവും രാജ്യത്തിന്റെ നിയമവും അനുസരിച്ചുള്ള ശക്തമായ നടപടികൾ എടുക്കണമെന്നും ഇതിനെല്ലാം നേതൃത്വം നൽകിയ പള്ളി കൈക്കാരന്മാരെയും 3 കൗൺസിലർമാരെയും തൽസ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കണമെന്നും വിശ്വാസ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മതനിന്ദകരും ദൈവദൂഷകരുമായ ഈ ക്രിമിനൽ സംഘങ്ങളുമായി സമവായ ചർച്ച നടത്തി പള്ളിയിലെ ഇനിയുള്ള ആരാധനാക്രമങ്ങൾ നിശ്ചയിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപത കുര്യ വിട്ടുനിൽക്കുക തന്നെ വേണം. മതനിന്ദകർ പോലും ചെയ്യുവാൻ അറയ്ക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത് കൂദാശകളുടെ കൂദാശയും തിരുസഭ അതിന്റെ ജീവൻ കണ്ടെത്തുന്നതുമായ വിശുദ്ധ കുർബാനയെ അപമാനിച്ചത് വഴി ഇവർ 2025 ജൂലൈ 20 മുതൽ കൂദാശകൾ ഒന്നും ആവശ്യപ്പെടുവാനോ സ്വീകരിക്കുവാനോ ഉള്ള യോഗ്യത സ്വയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇവർക്കെതിരെ ശക്തമായ സഭാപരമായ നടപടികൾ സ്വീകരിക്കുന്നതുവരെ താൽക്കാലിക സമാധാനം കൃത്രിമമായി ഉണ്ടാക്കി എന്ന് തോന്നിച്ച് പള്ളി തുറന്ന് കുർബാന നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഒരു പ്രവർത്തനത്തെയും വിശ്വാസികൾ അനുകൂലിക്കുകയില്ല. സീറോ മലബാർ സഭയെ തകർക്കുവാൻ ചില ബാഹ്യ ശക്തികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഗുണ്ടാ നേതാക്കൾ പള്ളിക്ക് സമീപം നിന്ന് ഇവിടത്തെ സമാധാന അന്തരീക്ഷം തകർക്കുവാനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് അന്ന് പ്രവർത്തിച്ചതിനെയും തുടർന്ന് സോഷ്യൽ മീഡിയ വഴി ഞങ്ങളുടെ ഇടവകയെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്തി ഇടവകയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിനെയും വിശ്വാസികൾ ശക്തമായ ഭാഷയിൽ അപലപിച്ചിരിക്കുകയാണ്.